ഒരുപാട് പ്രതീക്ഷയോടെ മേടിച്ചുകൊണ്ട് വന്ന് നട്ടൊരു ചെടിയായിരുന്നു ഈ ഒരു പീസ് ലില്ലി. പക്ഷെ നമ്മളിത് മേടിച്ചുകൊണ്ട് വന്ന ടൈമിൽ ഇതിൽ 1-2 പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പൂക്കളല്ലാണ്ട് പിന്നെ ഇതിൽ നിന്നൊരു മൊട്ടോ പൂവോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഒരുപാട് പുതിയ തൈകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി ഇതൊന്ന് റീപോർട്ട് ചെയ്യാൻ കരുതി. പിന്നെ നമ്മുടെ ഈ ഒരു പീസ് ലില്ലി നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ ഇലയിലൊക്കെ പുഴുക്കൾ വരിക. ആ ഒരു ഇലയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിറയെ ദ്വാരങ്ങളാണ്. എന്തോ പുഴുക്കളും പ്രാണികളൊക്കെ വന്ന് തിന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ നീം ഓയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നില്ല. വീണ്ടും ഇത് വന്ന് തിന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനിതിങ്ങനെ ക്ലീൻ ചെയ്യണതിൻ്റെ ഇടയ്ക്കാണ് ഇതിൻ്റെ ഇടയിൽ നിന്ന് നമുക്കൊരു ഒച്ചിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒച്ചും കൂടെ ഇത് തിന്നുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ഇല. അപ്പോൾ അതൊരു ചെറിയ ഒച്ചിനെയാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു പീസ് ലില്ലിയിൽ നിന്ന് ആ ഒരു ചെറിയ തൈകളൊക്കെ മാറ്റി നമ്മൾ പുതിയ മണ്ണും കാര്യങ്ങളൊക്കെ നിറച്ചു. അപ്പോൾ നേരത്തെ മണ്ണ് കുറച്ച് സ്റ്റിക്കി ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് കുറച്ച് ലൂസ് ടൈപ്പാക്കി ആ ഒരു മദർ പ്ലാന്റിനെ നട്ടു കൊടുത്തു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന അതിൽ നിന്ന് കിട്ടിയ തൈകളെല്ലാം ചെറിയ പോട്ടിലും പിന്നെ അത്യാവശ്യം കുറച്ച് വലിയ തൈ അത് ഒരു വലിയ പോട്ടിലായിട്ട് നട്ടു കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലെങ്കിലും ഫ്ലവർ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നേരത്തെ ഇതിനകത്ത് ഫ്ലവർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരുപാട് തൈകൾ ഇതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു.